അമ്മേ, അമ്മ എന്തിനാ പ്രമീള ആന്റിനോട് കള്ളം പറയാൻ പോയേ? ഓഹോ, നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുകയാണോ? ഞാൻ പറഞ്ഞതിൽ എന്താടി കുഴപ്പം? അച്ഛനും അമ്മ എന്നെ ദത്തെടുത്തതല്ലാന്നും എന്റെ അച്ഛൻ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണെന്നൊക്കെയല്ലേ അമ്മ പറഞ്ഞത്? അതേടി, അല്ലാതെ നീ എന്റെ സ്വന്തം മോളാണെന്ന് ഞാൻ പറയണോ? വേണ്ട, പക്ഷെ സത്യം എന്താന്ന് എനിക്കറിയാലോ. അയൽക്കാരോട് എന്തു പറഞ്ഞാലും എന്റെ മുമ്പിൽ അത് അമ്മയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ? അച്ഛനും അച്ഛമ്മയും ചന്ദ്രമാമനും ഒക്കെ എത്രയോ തവണ എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത് അത്. നിന്റെ കരച്ചിലും മോന്തവീർപ്പിക്കലും കണ്ട് ചന്ദ്രേട്ടൻ ചിലപ്പോ എന്തെങ്കിലും വെറുവാക്ക് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നീ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. ഞങ്ങൾ നിന്നെ ദത്തെടുത്തിട്ടില്ല, മോളെ പോലെ വളർത്താന്ന് ആർക്കും വാഗ്ദാനം കൊടുത്തിട്ടില്ല. ഞാൻ വിശ്വസിച്ചേക്കാം. വിശ്വസിച്ചേക്കാന്നോ? എന്ത് വർത്താനാണ് നീ പറയുന്നേ? ഞാൻ പറയുന്നതൊക്കെ നുണയാണെന്ന് അല്ലേ? അച്ഛനും അമ്മയും കള്ളം പറയുന്ന അത്ര വിഷമം എനിക്ക് വേറെ ഒന്നുമില്ല. അതുകൊണ്ടാ പറഞ്ഞത് വിശ്വസിച്ചേക്കാന്ന്. സത്യം മാത്രമേ പറയാവൂന്ന് അമ്മ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതല്ലേ. നീയെ ഒരുപാട് സത്യാന്വേഷണം നടത്തണ്ട. ഞാൻ പറയുന്നത് അങ്ങ് വിശ്വസിച്ചാ മതി. എന്നോട് ആരെങ്കിലും ചോദിച്ചാ ഞാൻ എന്തു മറുപടി പറയണം? അതും കൂടി അമ്മ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചേക്ക്. നീ ഒന്നും പറയണ്ട. ദത്തെടുത്തതാണെന്ന് വിളിച്ചു കൂവേം വേണ്ട. നീ കുഞ്ഞായിരുന്നപ്പോ നടന്ന കാര്യങ്ങളല്ലേ, നിനക്ക് അറിയില്ല എന്ന് മാത്രം പറഞ്ഞാ മതി. ശരി, മറ്റുള്ളവരോട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞേക്കാം. പക്ഷെ ആരെങ്കിലും അമ്മയോട് ചോദിച്ചാ അമ്മ എന്തു പറയും? നിന്റെ അമ്മ ചത്തുപോയി, നിന്റെ അച്ഛന് നിന്നെ വളർത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വിജയേട്ടെ ഏൽപ്പിച്ചു. കുറച്ചു ദിവസത്തേക്കൊന്ന് നോക്കണേ വിജയാന്നും പറഞ്ഞു. പിന്നെ നിന്റെ അച്ഛനെ ഈ വഴിക്ക് കണ്ടിട്ടേ ഇല്ല. ആര് ചോദിച്ചാലും അമ്മ ഈ മറുപടി തന്നെ പറയോ? എന്നോട് ആരാടി ചോദിക്കാൻ വരുന്നേ? ഞാൻ മറ്റുള്ളവരുടെ ചെലവിലല്ലല്ലോ ജീവിക്കുന്നത്. എന്റെ അച്ഛൻ വന്ന് ചോദിച്ചാലോ എന്നെങ്കിലും? നിന്റെ അച്ഛൻ നേരെ നെറിയില്ലാത്തവനല്ലേടി അയാള്? മകള് വളർന്നു വന്ന ഭാരാവുമല്ലോന്ന് കരുതി വല്ലവരെ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിട്ടതാണല്ലോ. അയാളിങ് വന്നാലേ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനയാൾ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് ആർക്കറിയാടി? ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ അയാൾ നിന്നെ അന്വേഷിച്ചു വരുവോ?